മുൻ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖറിന്റെ രാജിക്ക് പിന്നാലെ പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് അമിത്ഷാ. ധൻഖർ രാജിവെച്ചത് ആരോഗ്യ കാരണങ്ങളിൽ ആണെന്ന പ്രസ്താവനയുമായാണ് അമിത്ഷാ രംഗപ്രവേശനം ചെയ്തിരിക്കുന്നത്. വീട്ടുതടങ്കലിലാണോ എന്നതുൾപ്പെടെയുള്ള പ്രചാരണങ്ങളെ വിമർശിച്ച അമിത്ഷാ പലരും സത്യം വളച്ചൊടിച്ച് കള്ളം പ്രചരിപ്പിക്കപ്പെടുകയാണെന്നാണ് പറയുന്നത്. സത്യത്തിന്റെയും നുണയുടെയും വ്യാഖ്യാനം പ്രതിപക്ഷത്തിന്റെ മറുപടിയെ മാത്രം ആശ്രയിച്ചിരിക്കരുതെന്നും അമിത്ഷാ പറഞ്ഞു വെക്കുമ്പോൾ വർഷകാല സമ്മേളനത്തിന്റെ ആദ്യ ദിനമായ ജൂലൈ 21 ഒരു സുപ്രഭാതത്തിലുള്ള ധൻഖറിന്റെ രാജിക്കാര്യം ജനങ്ങൾ സംശയപൂർവ്വം നോക്കിക്കണ്ടതിൽ തെറ്റുണ്ടെന്ന് തോന്നുന്നില്ല. ആർക്കും തോന്നാവുന്ന സംശയം തന്നെയേ ജനങ്ങളും ഉന്നയിച്ചിട്ടുള്ളൂ. കാരണം അപ്രത്യക്ഷമായി ഉണ്ടായ രാജി ജനങ്ങളിൽ സംശയം പടർത്തുന്നത് സ്വാഭാവികമാണ്. വിഷയം അധികം നീട്ടിക്കൊണ്ടു പോകണ്ടെന്നാണ് അദ്ദേഹത്തിന്റെ വാദം. ജനങ്ങൾക്കിടയിൽ ഒരുതരം മിഥ്യാധാരണ സൃഷ്ടിക്കാൻ കോൺഗ്രസ് ആഗ്രഹിക്കുന്നുവെന്ന് അമിത്ഷാ പറഞ്ഞു വെക്കുമ്പോൾ ധൻഖറിനെ സർക്കാർ നിശബ്ദരാക്കി എന്ന് അവകാശപ്പെട്ടുകൊണ്ട് പെട്ടെന്നുള്ള രാജിയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ പ്രതിപക്ഷം ഉന്നയിച്ചതിനു ശേഷമാണ് ഇത്തരം പരാമർശങ്ങളുമായി അമിത്ഷാ രംഗത്തെത്തിയിരിക്കുന്നത്. രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു ഉപരാഷ്ട്രപതിയുടെ രാജിയിൽ പലരും നിശബ്ദത പാലിക്കുന്നതെന്ന് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് ഉൾപ്പെടെ പറഞ്ഞു വെക്കുമ്പോൾ ധൻഖർ വിഷയം ഒതുക്കി തീർക്കേണ്ടത് അമിത്ഷായുടെ ഉൾപ്പെടെ ആവശ്യമാണെന്നത് പ്രബലപ്പെടുകയാണ്. രാഹുൽ ഗാന്ധി ധൻഖറിന്റെ രാജി വിഷയത്തെ പറ്റി പറഞ്ഞത് ഭരണകക്ഷിയായ ഭാരതീയ ജനതാ പാർട്ടി രാജ്യത്തെ മധ്യകാലത്തേക്ക് തിരികെ കൊണ്ടുപോവുകയാണോ എന്നാണ്. ധൻഖർ പൊതുജനങ്ങളുടെ മുന്നിൽ ഇല്ലാത്തതിനാൽ ഹേബിയസ് കോർപ്പസ് ഹർജി ഫയൽ ചെയ്യണമോ എന്ന ചോദ്യം കപിൽ സിബലും ഉന്നയിച്ചിരുന്നു. താൻ 2027 രാജിവെക്കുമെന്ന പ്രഖ്യാപനം നടത്തിയ ധൻഖർ 2 വർഷം മുന്നേ രാജിവെച്ചു പോകണമെങ്കിൽ തക്കതായ കാരണങ്ങൾ അതിൽ ഉണ്ടായിട്ടുണ്ടാകണം. ധൻഖർ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചതെന്നാണ് അമിത്ഷാ ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത്. തനിക്ക് നല്ല പ്രവർത്തന കാലയളവ് ലഭ്യമാക്കിയതിന് പ്രധാനമന്ത്രിയോടും മറ്റ് മന്ത്രിമാരോടും അദ്ദേഹം നന്ദി അറിയിച്ചതായും അമിത്ഷാ പറഞ്ഞു വെക്കുന്നുണ്ടെങ്കിലും ഇതൊക്കെ ഉള്ളതാണോ അതോ അദ്ദേഹത്തിന്റെ ആഗ്രഹമാണോ വാക്കുകളിലൂടെ വിവരിക്കപ്പെടുന്നതെന്നത് കൃത്യമല്ല താനും. രാജ്യത്തിന്റെ പ്രഥമ സ്ഥാനത്തിരിക്കുന്ന ഒരാൾ പെട്ടെന്ന് പടിയിറങ്ങുമ്പോൾ ആരിലും ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉടലെടുക്കുന്നത് സ്വാഭാവികവുമാണ്. അതിനാൽ തന്നെയാണ് ഇത്തരം ഒരു പൊടുന്നനെയുണ്ടായ രാജിയിലേക്ക് പലരുടെയും ശ്രദ്ധ പതിയുന്നതിനുള്ള കാരണവും. എന്തായാലും ധൻഖറിന്റെ രാജിയെ തുടർന്ന് ഒഴിഞ്ഞുകിടക്കുന്ന ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് ആരെത്തുമെന്ന് സെപ്റ്റംബർ 9 അറിയാനാകും.